നമസ്കാരം. അങ്ങനെ പണി പാലും വെള്ളത്തിൽ കിട്ടിയിരിക്കുകയാണ്. കേരളത്തിലെ സഖാക്കൾക്ക് ഇത്രയും വലിയൊരു തിരിച്ചടി ചരിത്രത്തിൽ ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല. ഇപ്പോഴെങ്കിലും ആ വലിയ നേതാക്കളുടെ തലച്ചോറിലൊക്കെ ഒന്ന് വെളിച്ചം വീണിട്ടുണ്ടാകുമെന്ന് കരുതി നമുക്കൊന്ന് ആശ്വസിക്കാം. കേന്ദ്ര ഏജൻസിയായ EDയെയും നിയമത്തെയും ഒക്കെ വെറും കളിപ്പിള്ളയായി കണ്ടവർക്ക് ഇതാണ് വിധി. ആരെന്ത് ചോദിച്ചാലും പാർട്ടി ഓഫീസ് മറുപടി കൊടുത്താൽ മതിയാകുമെന്ന് കരുതിയവർക്ക് ഇപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് ഏകദേശം മനസ്സിലായി കാണും. അതെ, അഹങ്കാരത്തിന് ഒരു പരിധിയുണ്ടെന്നും കസേരയുടെ ബലത്തിൽ കാണിക്കുന്ന എന്ത് തോന്നിവാസത്തിനും നാളെ ചരിത്രം കണക്ക് ചോദിക്കുമെന്നുള്ള കാര്യം സഖാക്കൾ ഇപ്പോൾ മനസ്സറിഞ്ഞ് സ്മരിക്കുന്നുണ്ടാകും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ മാസപ്പടി അഴിമതിയും കള്ളപ്പണ ഇടപാടും അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തിരുവനന്തപുരത്തെ വസതിയിൽ റെയ്ഡിന് എത്തിയപ്പോൾ അവിടെ അരങ്ങേറിയ നാടകങ്ങളും അതിനുശേഷമുള്ള പൊല്ലാപ്പുകളുമാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ചൂടേറിയ ചർച്ചാ വിഷയം. നിയമത്തോട് പൊരുതാൻ വകുപ്പില്ലാതാകുമ്പോൾ തെരുവിലിറങ്ങി കല്ലെറിയാൻ സഖാക്കളെ അയച്ച ആ ഉന്നത ഗൂഢാലോചനയുടെ ഞെട്ടിക്കുന്ന കഥകളാണ് ഇപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നത്. ഓർത്തു നോക്കൂ, സംസ്ഥാനത്ത് ഉന്നത പദവി വഹിക്കുന്ന വ്യക്തിയുടെ വീടിന് നേരെ ED റെയ്ഡ് നടക്കുമ്പോൾ അത് നിയമപരമായി നേരിടേണ്ടതിന് പകരം ഉദ്യോഗസ്ഥരെ വളഞ്ഞിട്ട് തല്ലാൻ DYFIക്കാരെയും CITUക്കാരെയും അഴിച്ചുവിട്ട ആ നാണം കെട്ട കാഴ്ച കേരളം മുഴുവൻ കണ്ടതാണ്. ഒരു നേതാവിൻ്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ പോലും ഇത്രയധികം തെരുവ് ഗുണ്ടായിസം നടക്കുമെന്ന് ആരെങ്കിലും കരുതിയോ? കല്ലും മരക്കഷ്ണങ്ങളും ഇഷ്ടികയും ഒക്കെയായി കാറുകൾ തകർത്തെറിഞ്ഞ ആ സഖാവ് രാഷ്ട്രീയത്തിന്റെ കോപ്രായങ്ങൾ കണ്ടിട്ട് നാട്ടുകാരടക്കം ചോദിച്ചുപോയി, ഇതാണോ നിങ്ങൾ പറയുന്ന നവോത്ഥാനവും ഉത്തമ ഭരണവുമെന്ന്? നിയമപരമായ അന്വേഷണത്തെ നേരിടാൻ ധൈര്യമില്ലാതെ തെരുവിൽ ക്രിമിനലുകളെ ഇറക്കി കളിപഠിപ്പിച്ച ആ നേതാക്കന്മാർക്ക് ഇപ്പോൾ എന്തു മറുപടിയാണ് കേരള ജനതയോട് പറയാനുള്ളത്? EDയെ തൊട്ടുകളിച്ചാൽ കളി മാറുമെന്ന് മനസ്സിലാക്കാൻ ഈ സഖാക്കൾക്ക് ഇത്രയും കാലം വേണ്ടി വന്നു എന്നത് തന്നെ വലിയൊരു വിരോധാഭാസമാണ്. നിയമം അതിൻ്റെ വഴിക്ക് നിർഭയം നീങ്ങുമ്പോൾ കസേരയുടെ ഹുങ്കിൽ കാണിച്ച ആ അഹങ്കാരമൊക്കെ ഇപ്പോൾ എവിടെ പോയി ഒളിച്ചു എന്ന് ചോദിക്കാത്ത ഒറ്റ മലയാളി പോലും കേരളത്തിൽ ഉണ്ടാകില്ല. അഴിമതിയുടെ അപ്പകഷ്ണങ്ങൾ പങ്കിട്ടെടുത്തവർക്ക് നിയമത്തിന്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനി പ്രാർത്ഥനയല്ലാതെ വേറെ വഴിയൊന്നുമില്ലാത്ത ദയനീയ അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ഒടുവിലാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അഥവാ SIT അങ്ങേയറ്റം നിർണായകമായ ആ മാസ്റ്റർ നീക്കം നടത്തിയിരിക്കുന്നത്. വെറും താഴെത്തട്ടിലുള്ള കുറെ പാവം പ്രവർത്തകരെ മാത്രം കള്ളക്കേസിലങ്ങ് കുടുക്കി ജയിലിലടച്ച് തടിയൂരാമെന്ന് കരുതിയ ഉന്നത നേതാക്കളുടെ നെഞ്ചത്താണ് ഇപ്പോൾ പോലീസ് നോട്ടീസ് പതിച്ചിരിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മുതൽ പാർട്ടി മുഖം മിനുക്കാൻ നടക്കുന്ന ജോൺ ബ്രിട്ടാസ് MP വരെയുള്ള പ്രമുഖർക്കാണ് ഇപ്പോൾ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം കർശനമായ നോട്ടീസ് അയച്ചിരിക്കുന്നത്. രാവിലെ എണീറ്റ ഉടൻ തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നീതിയുടെയും ധർമ്മത്തിന്റെയും പാഠങ്ങൾ ക്ലാസ് എടുക്കുന്ന ഗോവിന്ദൻ മാഷ് ഇത്തവണ എന്ത് ന്യായീകരണമാണ് നിരത്തുക എന്ന് കാണാൻ കേരളം മുഴുവൻ കാത്തിരിക്കുന്നു. ഗുണ്ടകൾക്ക് അത്താഴം വിളമ്പിയതും ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ആരെല്ലാമാണ് അണിയറയിൽ നിന്ന് ഫോൺ സന്ദേശങ്ങൾ അയച്ചതെന്നുമുള്ള ഗൂഢാലോചനയുടെ ചുരുളഴിയുമ്പോൾ സഖാക്കളുടെ മുഖം കറുത്ത് കരിവാളിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. പാർട്ടി ഓഫീസുകളിൽ ഇരുന്ന് ഗൂഢാലോചന നടത്തി പാവം തൊഴിലാളികളെയും DYFIക്കാരെയും തെരുവിൽ തല്ലുണ്ടാക്കാൻ വിട്ടിട്ട് തങ്ങൾ വെറും മാന്യന്മാരാണെന്ന് നടിക്കുന്ന ഈ ഉന്നത നേതാക്കളുടെ മുഖംമൂടിയാണ് ഇപ്പോൾ ഓരോന്നായി അഴിഞ്ഞു വീണിരിക്കുന്നത്. ജോൺ ബ്രിട്ടാസ് മാധ്യമങ്ങളിൽ വന്ന് എത്ര വലിയ വിടുവായിത്തരം പറഞ്ഞ് ന്യായീകരിച്ചാലും ഈ അക്രമങ്ങളുടെ പിന്നിലെ കറുത്ത കൈകൾ ആരുടേതാണെന്ന് കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞു. ഇതിനൊപ്പം ബിനീഷ് കോടിയേരിയുടെ പേരും ഈ ഗൂഢാലോചന പട്ടികയിൽ മുൻനിരയിലുണ്ട് എന്നത് യാതൊരുവിധ അത്ഭുതവുമില്ലാത്ത കാര്യമാണ്. അതിൻ്റെ ഒടുവിൽ ബിനീഷിന്റെ ഫോൺ കോളുകളും ലിങ്കുകളും കൃത്യമായി വന്നു ചേരുന്നത് എങ്ങനെയെന്നത് ഒരു ഗവേഷണ വിഷയം കൂടി ആക്കേണ്ടതാണ്. വഴുതക്കാട്ടെ വസതിക്ക് മുന്നിൽ കൂട്ടം കൂടാൻ ആരെല്ലാമാണ് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി സന്ദേശങ്ങൾ അയച്ചതെന്നും ആരുടെ ഫോൺ കോളുകളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നും ഉള്ളതിന്റെ ഡിജിറ്റൽ തെളിവുകൾ തേടി പോലീസ് ഇറങ്ങി തിരിച്ചതോടെ ബിനീഷിന്റെയും മറ്റ് ഉന്നത നേതാക്കളുടെയും ഉറക്കം പൂർണ്ണമായും കെട്ടിരിക്കുകയാണ്.
ഫോൺ രേഖകളും ചാറ്റുകളും സൈബർ സെൽ അരിച്ചു പേർക്കുമ്പോൾ സഖാക്കളുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് അവർ തിരിച്ചറിയുന്നുണ്ട്. സ്വന്തം പാർട്ടിക്കാരെ കാട്ടിക്കൊടുത്ത് തടിയൂരാൻ നോക്കുന്ന ഈ തന്ത്രങ്ങളൊന്നും ഇനി വില പോവില്ലെന്ന് സഖാക്കൾക്ക് വൈകിയാണെങ്കിലും ബോധ്യം വന്നിട്ടുണ്ടാകും. ഈ കേസിലെ മറ്റൊരു പരമമായ തമാശ എന്തെന്നാൽ, അന്ന് നേതാക്കളുടെ വാക്കും കേട്ട് ചാടി വീണ് ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ പോയ പാവം അണികളിപ്പോൾ മാസങ്ങളായി ജയിലിൽ കിടന്ന് നരകിക്കുകയാണ്. 68-ലധികം ദിവസങ്ങളായി ജയിലിൽ കിടന്ന പ്രതികളിൽ ചിലർക്കിപ്പോൾ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട് എന്നതും സത്യമാണ്. സർക്കാരും EDയും കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും കോടതി ജാമ്യം നൽകിയത് ഈ സഖാക്കൾക്ക് വലിയൊരു ആശ്വാസമായിരിക്കാം. IP ബിനു അടക്കമുള്ളവർ പുറത്തിറങ്ങുമ്പോൾ അന്ന് അവരെ കൊണ്ട് ഈ തോന്നിവാസങ്ങളൊക്കെ ചെയ്യിപ്പിച്ച ആ വലിയ നേതാക്കൾ സുരക്ഷിതമായി AC റൂമുകളിൽ ഇരുന്ന് സുഖമായി ഉറങ്ങുകയായിരുന്നു എന്നത് കാണാതെ പോകരുത്. തങ്ങൾക്കെതിരെ കേസുകൾ വരികയും തങ്ങളെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് അയക്കുകയും ചെയ്തപ്പോൾ അന്നേ ദിവസം ജയിലിൽ കിടന്ന ആ പാവം അണികളെക്കുറിച്ച് ഈ നേതാക്കൾക്ക് എന്തെങ്കിലും ഒരു വക ഓർമ്മയുണ്ടായിരുന്നു? ഇല്ല എന്നതാണ് പരമാർത്ഥമായ സത്യം. പാർട്ടിക്ക് വേണ്ടി തല്ലുകൂടാനും കേസിൽ പ്രതിയായി ജീവിതം തകരാനും പാവം അണികൾ മാത്രം മതിയെന്നും നേതാക്കൾ ഏത് സാഹചര്യം വന്നാലും സുരക്ഷിതമായിരിക്കുമെന്നുമുള്ള CPMന്റെ പഴയ ക്രിമിനൽ നയം തന്നെയാണ് ഈ കേസിലും കൃത്യമായി നടപ്പിലാക്കപ്പെട്ടത്. എന്നാൽ ഇത്തവണ കളികൾ അത്ര എളുപ്പമല്ലെന്ന് മാത്രം നേതാക്കൾ വൈകിയാണെങ്കിലും ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. നിയമത്തിന്റെ കറുത്ത കൈകൾ തങ്ങളിലേക്കും നീളുന്നുവെന്ന് വ്യക്തമാകുമ്പോൾ വലിയവരും ചെറിയവരുമായ സഖാക്കൾ പരക്കം പാച്ചിൽ നടത്തുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ജയിലിൽ കിടന്ന അണികൾ പുറത്തിറങ്ങി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുൻപിൽ എന്ത് മറുപടി പറയണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഈ സഖാക്കൾ. ഇനി വരാൻ പോകുന്നത് അന്വേഷണത്തിന്റെ ഏറ്റവും നിർണായകവും ആവേശകരവുമായ ഘട്ടമാണ്. പ്രതികളുടെ ഫോൺ രേഖകളും വാട്സാപ്പ് ഗ്രൂപ്പുകളിലെ സന്ദേശങ്ങളും സൈബർ വിദഗ്ധർ ഇതിനോടകം തന്നെ അരിച്ചു പെറുക്കി കഴിഞ്ഞു. അക്രമത്തിന് കൃത്യമായ ആഹ്വാനം നൽകിയിട്ടുണ്ടോ എന്നതിന്റെ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് MV ഗോവിന്ദനെയും ജോൺ ബ്രിട്ടാസിനെയും V ജോയിയെയും പോലുള്ള പ്രമുഖരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇവരെല്ലാം പോലീസിന് മുന്നിൽ ഹാജരാകേണ്ടി വരുമ്പോൾ അന്ന് കാണിച്ച ആ വലിയ വീരവാദങ്ങളൊക്കെ എവിടേക്ക് പോയി എന്ന് കേരളം ഒന്നടങ്കം ചോദിക്കും. ഒരുപക്ഷെ ഈ ഗൂഢാലോചനയിൽ ഇവരുടെ പങ്ക് വ്യക്തമാക്കപ്പെടുന്നതോടെ അറസ്റ്റുകൾ ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് അന്വേഷണ സംഘം നീങ്ങിയാൽ അത് കേരളീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഭൂകമ്പം ചെറുതായിരിക്കില്ല. അധികാരത്തിന്റെ ഹുങ്കിൽ ഏത് നിയമത്തെയും കാറ്റിൽ പറത്താമെന്നും തങ്ങൾക്കെതിരെ തിരിയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെ തല്ലി ഓടിക്കാമെന്നും കരുതിയവർക്ക് ലഭിക്കുന്ന ഏറ്റവും ശക്തമായ പ്രഹരമായിരിക്കും ഇത്. EDയെ തൊട്ടുകളിച്ചാൽ പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് ഈ സംഭവത്തോടെയെങ്കിലും ഈ സഖാക്കൾക്ക് മനസ്സിലായാൽ അതുതന്നെയാണ് ഈ നാടിന് കിട്ടുന്ന ഏറ്റവും വലിയ നന്മ. ഏതായാലും അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന ഈ അന്വേഷണത്തിൽ അടുത്തതായി എന്ത് സംഭവിക്കുമെന്നും ഏത് ഉന്നത നേതാവായിരിക്കും അടുത്തതായി ചോദ്യം ചെയ്യൽ കസേരയിൽ ഇരിക്കാൻ പോകുന്നതെന്നും അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരള ജനത. അടിയും ഇടിയും വാങ്ങിക്കൂട്ടിയ അണികൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ തങ്ങളെ ഈ അവസ്ഥയിലാക്കിയ നേതാക്കൾ തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്യലിന് നോട്ടീസ് വാങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ആനന്ദമുണ്ടല്ലോ, അതൊരു വേറെ ലെവൽ തന്നെയാണ്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ എത്ര വലിയ പ്രസ്താവനകൾ ഇറക്കിയാലും നിയമത്തിന്റെ മുൻപിൽ പിടിക്കപ്പെടുമ്പോൾ ഉള്ള ആ ഭയം ഈ നേതാക്കളുടെ മുഖത്ത് ഇപ്പോൾ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. അണികളെ വഴിതെറ്റിച്ച് തെരുവിൽ അക്രമം അഴിച്ചുവിട്ടവർക്ക് കാലം കരുതി വെച്ചിരിക്കുന്ന മറുപടി ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. ഇത്തരം ജനവിരുദ്ധ നടപടികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കേരളീയ സമൂഹം ഇനിയും മുന്നോട്ട് വരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നിയമം അതിൻ്റെ ജോലി കൃത്യമായി ചെയ്യുമ്പോൾ അഴിമതിയുടെയും ഗുണ്ടായിസത്തിൻ്റെയും കാവലാളുകൾക്ക് ഇനി അധിക നാൾ പിടിച്ചു നിൽക്കാൻ ആകില്ലെന്ന് ഈ സംഭവങ്ങൾ വീണ്ടും വീണ്ടും അടിവരയിട്ട് തെളിയിക്കുന്നു. അതുകൊണ്ട് തന്നെ സഖാക്കളോട് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. കൂട്ടത്തോടെ കുഴപ്പത്തിൽ ചാടിയ ഈ അവസരത്തിൽ ഇനി ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല. ചെയ്ത കുറ്റത്തിന് നിയമത്തിൻ്റെ മുൻപിൽ ഉത്തരം പറഞ്ഞേ തീരൂ. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായിരുന്നാലും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു സുപ്രധാന വാർത്തയുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.